നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബത്തിലുള്ള ആശയവിനിമയം, കുടുംബത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ഇന്ന്. സ്തോത്രം. പ്രാർത്ഥനയിൽ അത് പറഞ്ഞപ്പം ക്ലിയർ ആയില്ല. നമ്മുടെ ശശിയുടെ ഫാദർ കഴിഞ്ഞ ദിവസം മരിച്ചു പോയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ അടക്കുകയും ചെയ്തായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി ദയവായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിൻ്റെ സമാധാനം അവർക്ക് നൽകാൻ വേണ്ടി നമ്മുടെ ശശിയുടെ, അത് ലക്ഷ്മിയുടെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, എല്ലാവരും ദയവായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കുറച്ച് നാൾ മുമ്പേ പത്രത്തിൽ ഒക്കെ കണ്ട ഒരു വാർത്ത അറിയാമല്ലോ. ഒരു പയ്യന് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയപ്പോഴൊരു പട്ടി പുറകെ ചെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ടയറെ കയറി കടിക്കുവാൻ വേണ്ടി ചെയ്തു. ആ പയ്യൻ വീണു. ആ പയ്യനെ പട്ടി കടിച്ചു. എന്നാലും അങ്ങനെ രക്തം വരുമോ അങ്ങനെയൊന്നും അല്ലായിരുന്നാലും അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പയ്യൻ വീട്ടിൽ ചെന്നൊന്നും പറഞ്ഞില്ല. ചില ആഴ്ചകൾക്കുള്ളിൽ അവന് വയ്യാതായി. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവന് റേബീസ് ഉണ്ട്. പിടിച്ച് എനിക്കൊന്ന് മരിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. ഏതോ കാരണത്താൽ വീട്ടിൽ ചെന്ന് അത് പറഞ്ഞില്ല. ഏതോ കാരണത്താൽ ആ അനുഭവം വീട്ടിൽ ചെന്ന് പറയാൻ ഒത്തില്ല, പറയാൻ അവന് തോന്നിയില്ല, മനസ്സുണ്ടായില്ല, അല്ലെ പറയാൻ ഒക്കത്തില്ല എന്നുള്ള ചിന്തയായിരിക്കാം. ഏതോ കാരണത്താൽ വീട്ടിൽ ചെന്ന് ഒന്നും പറഞ്ഞില്ല. ആ പയ്യൻ മരിക്കുകയും ചെയ്തു. വേറൊരു കുടുംബത്തിൻ്റെ കാര്യം കേട്ടായിരുന്നല്ലോ. ഒരു ചെറുപ്പക്കാരന് വീടിൻ്റെ മുകളിലത്തെ നിലയല്ല താമസിച്ചത്. അപ്പനും അമ്മയുമായിട്ട് ഒരു വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പനും അമ്മയ്ക്കും മുകളിലോട്ട് കയറാനുള്ള അനുവാദമില്ല. ഇത് ഈ മുകളിൽ അദ്ദേഹത്തിൻ്റെ ലോകമായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. പിന്നെ അതും എനിക്ക് തോന്നുന്നത് ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് ആ അപ്പനെ 70 വയസ്സുണ്ടായിരുന്നു തോന്നുന്നു. അതോ 70 കൂടുതലായിരുന്നു. നെഞ്ചത്ത് കുത്തിക്കൊല്ലുമായിരുന്നു ചെയ്തത്. വല്ലാത്തൊരു സിറ്റുവേഷൻ. അത് പിന്നെ അത് കൂടുതൽ കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനകത്തെല്ലാം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കുടുംബങ്ങളിൽ നമ്മുടെ ആഗ്രഹം സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവത്തിൻ്റെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം പോട്ടെ, ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ് സമാധാനത്തോടെ, സന്തോഷത്തോടെ. ദൈവം തന്നെയാണല്ലോ കുടുംബത്തെ സൃഷ്ടിച്ചത്, കുടുംബത്തെ ദൈവം തന്നെ രൂപീകരിച്ചത്, ദൈവത്തിൻ്റെ പ്ലാനുമായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ ഒരു സാദൃശ്യത്തിൽ സൃഷ്ടിച്ച വ്യക്തികൾ ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ലഭിക്കേണ്ടതാണ്. നമ്മളിൽ അത് കാണേണ്ടതാണ്. അത് നമ്മുടെ കുടുംബങ്ങളിലും കാണേണ്ടതാണ്. പലപ്പോഴും അത് കാണാതിരിക്കുന്ന അവസ്ഥ. എന്നാലും ഞാനിപ്പം പറഞ്ഞ 1-2 ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ എക്സ്ട്രീമായിട്ടാണ്. നമ്മളിപ്പോൾ ആരും കുത്തിക്കൊല്ലാനോ അങ്ങനെയുള്ള അനുഭവത്തിലൊന്നും ആയിരിക്കത്തില്ല. എന്നാലും ഈ പറയുന്ന കുടുംബങ്ങളാണേലും അവർക്കറിയാവുന്നവരോട് സംസാരിച്ചാൽ പറയും, അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു, അവർ വളരെ സന്തോഷത്തോടൊക്കെ, അത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കുടുംബമായിരുന്നല്ലോ എന്ന് സാധാരണ പറയും. പിന്നെ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴായിരിക്കും ചിന്തിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നോ, ഇങ്ങനെയൊക്കെയായിരുന്നോ അവരുടെ അനുഭവം എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചൊന്ന് സഹായിക്കണം. എനിക്കൊന്ന് പ്ലീസ്. യാക്കോബിൻ്റെ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 verse 19. യാക്കോബിൻ്റെ പുസ്തകം 1:19. താങ്ക് യു. നമ്മുടെ ഭവനത്തിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? ഈ ഒരു വാക്യം നമ്മൾ നോക്കിയാൽ, എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കണം. ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്തുവാണ്? ആ ഒരു വാക്യം മാത്രം നോക്കിയാൽ വളരെ നല്ലതാണ്, നമുക്കത് പ്രയോജനപ്പെടുത്താൻ ഒക്കുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്തുവാണ്? എന്തിനെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്? ഇതിൻ്റെ വിഷയം എന്തുവായിരുന്നു? 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-3 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ.
എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. താങ്ക് യു. വിവിധ പരിശോധനകൾ അകപ്പെടുമ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഒരു വിശ്വാസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന എന്ന് പറയുന്നത് പലപ്പോഴും മരണവും ജീവനും തമ്മിലുള്ളൊരു തീരുമാനം കൂടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ആർക്കെങ്കിലും നമ്മളോട് ദേഷ്യം കാണും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്രയാസമാണ്. എന്നാലും അത് മരണവും ജീവനും തമ്മിലുള്ളൊരു ഒരു വ്യത്യാസമല്ല, ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ അല്ല. പലപ്പോഴും ഞായറാഴ്ച രാവിലെ ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യം ഇതാണ്: കർത്താവേ, നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിൽ അങ്ങേ ആരാധിക്കാൻ ഇന്ന് കൂടുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, പല സഭകളുണ്ട്, അവർ ഇന്ന് എങ്ങനെ ആയിത്തീരും, ഇന്നത്തെ അനുഭവം എന്തുമായിരിക്കും എന്നുള്ള ഭയത്തോടെ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട്. നമ്മളതൊന്നും അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അത്ര അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ഒത്തിരി പേര് പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ അനുഭവങ്ങളായിരുന്നു. ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തു ചെയ്യുന്നു? സ്ഥിരത ഉളവാക്കുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചിരുന്നാൽ മതി, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. എങ്ങനെയെങ്കിലും അടി കിട്ടാതെ, തല്ല് കിട്ടാതെ വീട്ടിലെത്തിയാൽ മതി. ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തു ചെയ്യുന്നു? സ്ഥിരത ഉളവാക്കുന്നു. അപ്പോൾ വളരെ പ്രയാസത്തിലുള്ള ഒരു സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ലെവലിലുള്ള വിശ്വാസത്തിൻ്റെ പരിശോധന ഇല്ലായിരിക്കാം, എന്നാലും മറ്റ് പല രീതിയിലും വിശ്വാസത്തിൻ്റെ പരിശോധന ഉണ്ട്. നമ്മുടെ ആയിട്ടുള്ള വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടഭാരങ്ങളോ ഏതൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അത് കഠിനമില്ല എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും പ്രയാസങ്ങളും വേദനയും അതിൻ്റെതായിട്ടുള്ള കാഠിന്യം, അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഞാനിത് അവരുടെ 1-ാം നൂറ്റാണ്ടിലെ ആ അവസ്ഥ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പലപ്പോഴും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ജീവിതത്തെക്കുറിച്ച് വേണം. പലപ്പോഴും ചിന്തിക്കും, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെയും കൂടെ ഒന്നുകൂടെ നമ്മളൊന്ന് ഓർക്കേണ്ടത് നല്ലതാണ്. ആ ഒരു ലെവലിലല്ല നമ്മൾ. എന്നാലും കർത്താവേ, ശരിയാ, എനിക്കും പ്രയാസമുണ്ട്, എനിക്ക് വേദനയുണ്ട്, എന്നാലും അത് നമുക്കൊരു ബാലൻസിൽ കാണാൻ വേണ്ടി ഒരവസരം ഉണ്ടാകും. ഇനി പിന്നെയും ആ വാക്യത്തിലോട്ട് ഞാൻ ഒന്നുകൂടെ കടന്നോട്ട്. നമ്മൾ വായിച്ച ആ വാക്യം, എന്നാൽ ഏത് മനുഷ്യനും, അപ്പം ആ കഠിനമായിട്ടുള്ള പ്രയാസത്തിൻ്റെ മധ്യേ, ശോധനയുടെ മധ്യേ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ് തീയിൽ കൂടെ പോകുന്ന പോലുള്ള ശോധന, ഭയങ്കര ശോധനയുടെ മധ്യേ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ദൈവമക്കളെ പീഡിപ്പിച്ചിട്ടുള്ളതും കൊന്നിട്ടുള്ള രീതികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള വില കൊടുക്കാതെ, മൃഗങ്ങളെപ്പോലും അങ്ങനെ ചെയ്യത്തില്ല. അതിനുവേണ്ടി ആനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പോലും ചെയ്യത്തില്ല. അതുപോലത്തെ അവസ്ഥയിൽ മനുഷ്യരെ, വിശ്വാസികളെ, ദൈവമക്കളെ കൊന്നൊടിച്ചിട്ടുള്ള കാലങ്ങളാണ്. എന്നാൽ ഏത് മനുഷ്യനും ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ പറയുക കേട്ടോ, അതുപോലത്തെ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷന് മധ്യേ ആ അന്നത്തെ ആൾക്കാർ ശ്രദ്ധിച്ചോണേ. നമ്മൾ ഇന്നിത് വായിക്കുന്നു, എന്നാലും അന്നത്തെ ആൾക്കാർ ഇത് വായിക്കുന്നത് നമ്മൾ ഓർത്തോണം. അന്നത്തെ ആൾക്കാർ വായിക്കുമ്പോൾ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. അന്ന് എതിർക്കുന്നവരായിരിക്കാം, അവരെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും,
പല കാര്യങ്ങളും അവരോട് പറയുന്നുണ്ടായിരിക്കും, വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളായിരിക്കാം. എന്തുവാന്നേലും കേൾക്കാൻ വേഗതയുള്ളവരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തെങ്കിലും തിരിച്ച് പറയണം, പറയാൻ താമസവും. എന്തെങ്കിലും മറുപടി പറയണം. പിന്നീട് നമ്മൾ ആരോടെങ്കിലും ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ചില ചോദിക്കത്തില്ലയോ, അപ്പം ഇങ്ങനെന്താ പറഞ്ഞ, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിടരുത്, അങ്ങനെ വിടരുത്, നിങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം, അതിന് തക്കതായ ഉത്തരം കൊടുക്കണം. നിങ്ങളെന്തോ ഒരു നട്ടലില്ലയോ? പല രീതിയിലുള്ള കാര്യം നമ്മൾ കേൾക്കും അല്ലേ? അതിവിടെ പറഞ്ഞേക്കുന്ന കേൾക്കാൻ വേഗത, സംസാരിക്കാൻ ഇച്ചിരി താമസമുള്ളവരും, കോപത്തിന് താമസവും. അപ്പം ഈ കേൾക്കുന്ന കാര്യങ്ങൾ കോപം ഉള്ളിൽ ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. വെറുതെ ഉള്ള ഹായ് ബായ് എന്നുള്ള സംസാരങ്ങളൊന്നും അല്ല. ചൂട് സിവിയറായിട്ടുള്ള നമ്മുടെ രക്തത്തെ തിളപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം കേൾക്കുന്നത്. എന്നാലും അത് കേൾക്കാൻ വേഗത, മറുപടി പറയാൻ താമസിച്ച് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചിന്തിച്ചിട്ട്, വെയിറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ എന്ത് പറയണം, ഏത് ഉത്തരം പറയണമെന്ന് എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബുദ്ധി തരണമേ. ചിലപ്പോഴത് കുടുംബത്തിലായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. നമ്മളിപ്പം കുടുംബത്തിലെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. എന്നാലും ജോലി ചെയ്യുന്നിടത്തോ അയൽവക്കത്തോ ഏത് കാര്യത്തിലാണെങ്കിലും അതേ ഒരു പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. മറുപടി പറയാൻ താമസം, കോപത്തിന് താമസം ഉള്ളവരായിരിക്കുക. എന്തുവാ, നാട്ടിലില്ലയോ? ചില കാര്യത്തിന് അത്രയും നാട്ടിൽ വേണ്ട, ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കാം. ദൈവത്തിന് ആവശ്യത്തിന് ബലമുണ്ട്, നാട്ടിലുണ്ട്. എന്ത് പറയണം നമുക്ക് ദൈവത്തിനറിയാം. കർത്താവേ, അങ്ങയുടെ മറവിൽ ഞാൻ നിന്നോളാം. പല ലെവലിൽ നമ്മൾ ചിന്തിക്കണം അല്ലേ? അവരുടെ അനുഭവത്തിൽ വളരെ കഠിനമായിട്ടുള്ള ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിലുള്ള അനുഭവത്തിൽ അന്നത്തെ ആൾക്കാരിത് വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ നമുക്കും പ്രയാസങ്ങളുണ്ട്, കഷ്ടതയുണ്ട്, ഇല്ലെന്ന് പറയുമല്ല, അതെല്ലാം ഉണ്ട്. കുടുംബത്തിലെ അനുഭവത്തിലും പല പ്രയാസങ്ങളുണ്ടാവും. അതിൻ്റെ മധ്യയും നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു പ്രാക്ടീസ്. അപ്പോൾ 3 കാര്യങ്ങൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സമയം ഒത്തിരി പോകുന്നു. അടുത്തൊരു 15-20 മിനിറ്റ് കൊണ്ട് 3 കാര്യങ്ങളൂടെ. 1, കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച്. 2, സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച്. 3, പ്രതികരിക്കുന്ന കാര്യം. ലിസൺ, സ്പീക്ക്, റെസ്പോണ്ട്. കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച്, പ്രതികരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, പ്രതികരിക്കുന്ന കാര്യം. 3 കാര്യങ്ങൾ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. നമ്മൾ കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. എല്ലാവർക്കും, സാധാരണക്കാർക്കൊക്കെ 2 ചെവിയും 1 വായും. ചിലപ്പോൾ അസാധാരണമായിട്ടുള്ളവർക്ക് വേറെ കണക്കുണ്ടായിരിക്കാം. എന്നാലും 2 ചെവിയും 1 വായും. ചിലപ്പം സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി കേൾക്കാൻ റെഡിയായിരിക്കണം, അല്ലെങ്കിൽ കേൾക്കുന്നതിൻ്റെ പകുതി മാത്രം നമ്മുടെ സംസാരം. കുറയ്ക്കുന്ന എപ്പോഴും നമുക്ക് നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. സ്തോത്രം. ഫിലിപ്പിയർ 2:3-4 വാക്യങ്ങൾ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. മതി. താഴ്മയോടെ. പലപ്പോഴും ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലൊന്ന് അളക്കും. ഈ പുള്ളി ഏത് ജോലിയാണ്, എവിടുന്ന് വരുന്നു, ഏത് രീതിയിലുള്ള വ്യക്തിയാണ്. നമ്മളെ തന്നെ അളന്നിട്ട് ചിന്തിക്കും, ഇച്ചിരി ഞാൻ അത്ര മോശക്കാരനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. പലപ്പോഴും നമ്മൾ കമ്പാരിസൺ നമ്മൾ ചെയ്യാറുണ്ട്. എന്തെങ്കിലും നമ്മൾ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, നമ്മൾ ഇച്ചിരി ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് മറ്റുള്ളവർ വലുതെന്നൊന്ന് കരുതുക. അവരെ ഒന്ന് പൊക്കിയര്, നമ്മുടെ മനസ്സിൽ തന്നെ അവരൊന്ന് പൊക്കിയര്, അവരിച്ചിരി ഉയർന്നവരാ, നമ്മളെക്കാട്ടി ഇച്ചിരി കൂടിയവരാ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കുക. താഴ്മയോടെ ഓരോരുത്തൻ
മറ്റുള്ളവനെ എന്ത് ചെയ്യണം? തന്നേക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുക. പ്രയാസമാണ്. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുക എല്ലാ കാര്യത്തിലും. നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ആദ്യം നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തി, പ്രധാനിയായിട്ടുള്ള വ്യക്തി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? അവരോട് പറയാം, അവിടെ ഇരിക്കുക, ഞാൻ ചെറിയ കാര്യം പറയാനുണ്ട്. ഇല്ല, നേരെ തിരിച്ച് നമ്മളിന്ന് എടുത്തിട്ട് പറയും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാൻ റെഡിയായിട്ട് നമ്മളിരിക്കും. നേരെ തിരിച്ച് കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ ഗുണം, മറ്റുള്ളവരുടെ ബെനിഫിറ്റ് നോക്കുക. സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കേൾക്കാൻ റെഡിയായിരിക്കണം. മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ വാച്ച് നോക്കല്ലേ, മൊബൈൽ എടുത്ത് നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ആ ആ ആ ശരി ശരി ആ ആ നമ്മുടെ ശ്രദ്ധ അവരിൽ മാത്രമാകണം. അവരിൽ മാത്രം ശ്രദ്ധിച്ച് അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോട് കേൾക്കുക മാത്രമല്ല, കൺസേണോട് പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കുമല്ല, വാക്കുകളുടെ കൂടെയുള്ള ചില വികാരങ്ങളൂടുണ്ട്. ആ വാക്കുകൾ പറയുമ്പോഴുള്ള അവരുടെ ഇമോഷൻസും കൂടെ ഉണ്ട്, അവരുടെ പശ്ചാത്തലമുണ്ട്, അവരുടെ ഉള്ളിലുള്ള പല പല വേദനകളുണ്ട്. അതും കൂടെ മനസ്സിലാക്കി നമ്മൾ കേൾക്കാൻ റെഡിയായിരിക്കണം. രണ്ടാമത്, സംസാരിക്കുന്നതിനെക്കുറിച്ച് അല്ലേ, സ്പീക്കിംഗ്. എഫേസ്യ ലേഖനം 4:15. എഫേസ്യ ലേഖനം 4:15. നമുക്ക് പലപ്പോഴും കേൾക്കാൻ ചില വേഗത കുറവാണ്. കേൾക്കാൻ പലപ്പോഴും താല്പര്യമില്ല. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത് എന്ത് പറയണം നമ്മൾ ചിന്തിക്കുക. അവർ പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാൻ ഒക്കുന്നില്ല. നമ്മളതിന് ആ സമയത്ത് നമ്മുടെ മറുപടി നമ്മൾ തയ്യാറാക്കുക. ഇങ്ങനെ പറയണം, ഇങ്ങനെ തിരിച്ചു കൊടുക്കണം, ഇങ്ങനെ തിരിച്ച് ഞാൻ പ്രതികരിക്കണം, ഇങ്ങനെ 2 വാക്ക് പറയണം. നമ്മുടെ മനസ്സിൽ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിന് പകരം അവർ പറയുന്നത് കേൾക്കുക. ഒന്നും പറയാനില്ലെങ്കിലും കേട്ടോണ്ടെങ്കിൽ ഇരുന്നാൽ മതി. പിന്നെ പറയുന്ന കാര്യത്തെക്കുറിച്ച്, സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എഫേസ്യ 4:15 കേൾക്കാം. വായിച്ചാട്ടെ പ്ലീസ്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ എഫേസ്യ 4:15 സ്നേഹത്തിൽ സ്വന്തം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. നമ്മൾ പലപ്പോഴും മറുപടി പറയുമ്പോൾ പറയുന്ന കാര്യം ശരിയായിരിക്കും, എന്നല്ല അത് സ്നേഹത്തിലൊന്ന് പൊതിയണം. കാരണം നമ്മൾ പറയും, ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ശരിയായിരിക്കാം. അവനത് കേൾക്കേണ്ട അത്യാവശ്യമാണ്, അതും ശരിയായിരിക്കാം. അല്ലെങ്കിൽ അവളത് കേൾക്കേണ്ട അത്യാവശ്യമാണ്, അതും ശരിയായിരിക്കും. എന്നാലും സത്യം പറയുമ്പോഴാണേലും ആ സ്നേഹം കൊണ്ട് ആ സത്യം ഒന്ന് പൊതിയാമോ? കാരണം ചിലപ്പോൾ ആ സത്യം ഇച്ചിരി മൂർച്ച കൂടുതലാണ്. ആ മൂർച്ച കൂടിയ സത്യം പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ മൂർച്ചയും ഇച്ചിരി കൂടും. അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ആ സത്യത്തിൻ്റെ മൂർച്ചയും നമ്മുടെ നാവിൻ്റെ മൂർച്ചയും രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഉള്ളിലോട്ടങ്ങ് തുളച്ച് കയറും. പലപ്പോഴും നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യം മറക്കരുത്. ഒരാൾക്കൊരു അടി കൊടുത്താൽ ആ വേദന ഒരു 5 മിനിറ്റ് കൊണ്ടങ്ങ് മാറും. എന്നാൽ അവരെ മുറിവേൽപ്പിക്കുന്നൊരു വാക്ക് പറയുമ്പോൾ എന്ത് സംഭവിക്കും? പലരും മരണം വരെ അതും കൊണ്ട് നടക്കും. അതവരുടെ ആത്മാവിലോട്ട് തല്ലുവാണെങ്കിൽ ആരെയും ഇങ്ങോട്ട് തല്ലണമെന്ന് ഞാൻ പറയുമല്ല കേട്ടോ. പാസ്റ്റർ പറഞ്ഞു തല്ലിക്കോളാൻ, അല്ല തല്ലാനല്ല ഞാൻ പറയുന്നത്. എന്നാലും
ഒരടി കൊടുത്താലും അതിൻ്റെ വേദന ഒരു 5 മിനിറ്റ് കൊണ്ടങ്ങ് മാറും, അതങ്ങ് മറക്കും അല്ലേ. എന്നാലും ചിലപ്പോൾ ഓർക്കുമായിരിക്കും, ആ കൊച്ചിലെ കിട്ടിയിട്ടുള്ളതിൻ്റെ വേദനയൊന്നും മറന്നിട്ടില്ല. ശരിയായിരിക്കാം, എനിക്കും ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് നമ്മളെ അതൊരു ഭാരമായിട്ട് കൊണ്ട് നടക്കുന്നില്ല അല്ലേ. നമുക്കറിയാം അതൊക്കെ ആവശ്യമായിരുന്നു, അല്ലായിരുന്നെങ്കിൽ എന്തുമായി തീർന്നതിന് ആർക്കറിയാം. അപ്പം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, അതൊരു വിഷയമല്ല. എന്നാലും കേൾക്കുന്ന വാക്കുകൾ അതിൻ്റെ മൂർച്ച ഉള്ളിലോട്ട് കയറിയിട്ട് പലരും മരണം വരെ അത് കൊണ്ട് നടക്കും. ആ ജീവിതകാലം മുഴുവനും പല രോഗങ്ങളും പല പല വിഷയങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തകർച്ചയിലോട്ട് കൊണ്ടുപോയി അവസാനിക്കുന്നത് ഇതും ഉള്ളിൽ പിടിച്ചോണ്ട്. ചിലർ പറയും, ഞാൻ മരണം വരെ ഞാൻ മറക്കത്തില്ല, വിടത്തില്ല, ഇങ്ങനെ കടിച്ചു പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ സ്നേഹം കണ്ട് ഒന്ന് പൊതിയണം. സ്ലോ ടു സ്പീക്ക് അല്ലേ, സംസാരിക്കാൻ ഇച്ചിരി സ്ലോ ആയിരുന്നാൽ മതി, സാരമില്ല. മൂന്നാമത് പ്രതികരണം. കോപത്തിന് ചില താമസമുള്ളവരായിരിക്കട്ടെ. അതെന്തിനെ കാണിക്കുന്നു? പ്രതികരണത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ മറുപടി പറയുന്നത് മാത്രമല്ല, അതിനകത്തൊരു പ്രതികരണം കൂടാ. മൂർച്ചയുള്ളതാണോ? പറയുന്ന സത്യത്തിന് മൂർച്ച എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ നാവിനും കൂടെ മൂർച്ചയാണോ? അതിന് പകരം നമ്മൾ സ്നേഹത്തിൽ അതിനെ ഒന്ന് പൊതിയാമെങ്കിൽ. ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു സ്നേഹമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് അതല്ലേ പറഞ്ഞതല്ലേ, ദൈവത്തെക്കുറിച്ച് പറയുന്ന അതാ. ദൈവത്തിന് സ്നേഹമുള്ളതുകൊണ്ട് എന്തു ചെയ്തു? തൻ്റെ നമ്മളെപ്പോലുള്ള പാപികളെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് എന്തു ചെയ്തു? ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു, നൽകി യാഗത്തിനായിട്ട്. ഇന്ന് ആ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്നാലും ഇസ്ഹാക്കിന് വേണ്ടി കരുതിയ ആട്ടിൻകൊറ്റം. അപ്പോൾ ഇസ്ഹാക്കിന് വേണ്ടി കരുതി. ഇസ്ഹാക്ക് എന്ത് ചെയ്യട്ടാ അല്ലേ? ഇസ്ഹാക്ക് അപ്പം പറഞ്ഞ അനുസരിച്ചതേ ഉള്ളൂ. വാ അങ്ങോട്ട് പോകാം, യാഗം കഴിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവം അറിയുന്നത്. എന്നാലും ഞാൻ അങ്ങനല്ല. എനിക്ക് കിട്ടേണ്ട ശിക്ഷ ഞാൻ അതിന് അർഹതനാണ്. എൻ്റെ കയ്യിരിപ്പ് മുഖാന്തരമാണ്, എൻ്റെ പാപം മുഖാന്തരം എനിക്ക് കിട്ടേണ്ട ആ ശിക്ഷ ദൈവം എനിക്ക് വേണ്ടി കരുതി തൻ്റെ ഏകജാതനായ പുത്രനെ. സ്തോത്രം. അത് വലിയൊരു സത്യം. നമ്മളത് മനസ്സിലാക്കി സ്നേഹത്തിൽ പൊതിയുക. സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്. സ്നേഹം മറ്റുള്ളവരെ ഗുണം, പ്രെഫറൻസ് കൊടുക്കുക. സമാധാനത്തിന് വേണ്ടി നമ്മളെപ്പോഴും തയ്യാറായിരിക്കുക. മറ്റുള്ളവരെ നമ്മളവരെ വാല്യൂ ചെയ്യുക, അവർക്ക് വില കൊടുക്കുക. വഴി കാണുന്ന ആരെയും വായി വരുന്നതെല്ലാം നമ്മൾ വിളിക്കത്തില്ല, പറയത്തില്ല, സംസാരിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉള്ള അംഗങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നവരാ, എപ്പോഴും നമ്മൾ ഡീൽ ചെയ്യുന്നവരാ, എപ്പോഴും നമ്മൾ സംസാരിക്കുന്നവരാ. അപ്പം നമ്മൾ മറന്നു പോകും, ഈ ഒരു വ്യക്തി വിലയുള്ള വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി, ആ വാക്യം ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഈ വ്യക്തിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചതാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലോട്ട് അയച്ചു മരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വ്യക്തി ഒരു സാധാരണ ഒരു വ്യക്തിയല്ല, വളരെ വിലയുള്ള ഒരു വ്യക്തിയാണ്. ആർക്ക്? ദൈവത്തിന് വിലയുള്ളൊരു വ്യക്തിയാണ്. അങ്ങനാണെങ്കിൽ അതുപോലെ ഞാനും വില അവർക്ക് നൽകണം. അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ പ്രതികരണത്തെ നമ്മളൊന്ന് നിയന്ത്രിക്കണം. നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കണം. വികാരം തെറ്റല്ല കേട്ടോ, വികാരം പാപമല്ല, വികാരം മോശമായിട്ടുള്ളതൊന്നുമല്ല. വികാരമൊക്കെ നല്ലതാണ്. എന്നാലും വികാരത്തെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് നിയന്ത്രിക്കണം. വികാരത്തെ നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി അത് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. വികാരത്തെ തെറ്റില്ല, കോപത്തെ തെറ്റില്ല കേട്ടോ, വിഷമോ കഷ്ടമോ ഇതൊന്നും തെറ്റില്ല. എന്തു ചെയ്യണം? അതിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം.
വികാരം നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് കേട്ടോ. മറ്റുള്ളവരെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. സാത്താൻ നമ്മളെ ആരും നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. ദൈവം മാത്രം നമ്മളെ കൺട്രോൾ ചെയ്താൽ മതി. പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ മേൽ കൺട്രോൾ വേണം നമുക്ക്. നമ്മുടെ മേൽ കൺട്രോൾ ഇല്ലാതെ, നമ്മുടെ മേലൊരു സ്വയം നിയന്ത്രണമില്ലാതെ, അത് ഞാനങ്ങനെ അങ്ങ് പറഞ്ഞതാണ്, എനിക്ക് വിഷമം ഉണ്ടായിട്ടാണ്, എനിക്കത് കേട്ടപ്പോഴേ ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാനാ പറഞ്ഞത്. ഇല്ല, അതിന് പകരം എന്ത് ചെയ്യണം? നമ്മളെ തന്നെ നിയന്ത്രിക്കുക, നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുക, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വരുമ്പോഴേ തന്നെ നമ്മൾ പറയണം, അല്ല, അങ്ങനല്ല, സ്നേഹത്തിൽ ഞാനിത് പൊതിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുവാണെങ്കിൽ വായടച്ചു വെച്ചോണ്ടെങ്കിൽ ഇരിക്കാമോ? കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ചോദിക്കും, എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലേ? എന്നാലും നമ്മൾ മിണ്ടാതെങ്കിരിക്കുക, ഒന്നും പറയാനില്ല, ഒന്നും പ്രതികരിക്കാനില്ല. അതാ ഏറ്റവും ബെസ്റ്റ്. കഴിഞ്ഞ ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു പണ്ടത്തെ എൻ്റെ കൂടെ പഠിച്ചൊരു സഹോദരൻ്റെ സഭയിൽ ഞങ്ങൾ രണ്ടുപേരും വാലന്റൈൻസ് ഡേക്ക് വേണ്ടി, കപ്പിൾസിന് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞിട്ട് 60 വർഷം കഴിഞ്ഞു. 60 വർഷം കഴിഞ്ഞ് അവർ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും അവരെ വളരെ ബഹുമാനത്തോടെ അവർ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം എന്തുവാന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പം അവരിൽ രണ്ടുപേരിൽ ആരാ പറഞ്ഞു തരത്തില്ല, അതിൽ ഒരാൾ പറഞ്ഞു, അങ്ങ് മിണ്ടായിരുന്നാൽ മതി, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്, അങ്ങ് മിണ്ടായിരുന്നാൽ മതി, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല, അത് മാത്രമേ പറഞ്ഞുള്ളൂ, മിണ്ടായിരുന്നാൽ മതി. സ്തോത്രം. ദൈവം നമുക്ക് വിശ്വസന കേട്ടോ. സ്തോത്രം. കമ്മ്യൂണിക്കേഷൻ, ഒരു ഭവനത്തിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വേണം. സംസാരിക്കണം, കേൾക്കണം, പ്രതികരിക്കണം. എന്നാലും എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള അളവുണ്ട് അല്ലേ? സ്തോത്രം. കുക്കിങ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഇതിച്ചിരി ഇടുന്നു, ഇതിടുന്നു. ഞാനത് ചെയ്യാൻ പോയാൽ സംഭവം ശരിയാകത്തില്ല. അത് ചെയ്ത് പരിചയമുള്ളവർ, അത് അറിവുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ ഇച്ചിരി അതും ഇതൊക്കെ ഇടുമ്പോൾ ശരിയായി വരും. ഞാൻ ഇടാൻ പോയാൽ വേറെ ഏതാണ്ട് പോലെ ആയിപ്പോവും. ഇതെല്ലാം വേണ്ടിയതൊക്കെ ആയിരിക്കും, എന്നാലും എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടൊരു അളവുണ്ട്. സംസാരിക്കണം, കേൾക്കണം, പ്രതികരിക്കുകയും ചെയ്യണം, നല്ല എല്ലാത്തിൻ്റെയും ഒരളവുണ്ട്. ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1:19, ജെയിംസ് ചാപ്റ്റർ 1:19. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. പ്രിയ സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. താങ്ക് യു.